മുഷിഞ്ഞതെല്ലാം ശനിയാഴ്ച ഇങ്ങോട്ട് പോരുമ്പോ കൊണ്ടുവന്നാ മതി. തോർത്ത് 2 എണ്ണം വെച്ചിട്ടുണ്ട്. നീ 2 ദിവസം കൂടുമ്പോ ലേഡി ഡോക്ടറിന് കണ്ടേക്ക്, ഒരു മനസ്സമാധാനത്തിന്. ഇവിടുത്തെ കാര്യം ആലോചിച്ച് ഇനി അവിടെ ഇരുന്ന് തലപുണ്ണാക്കണ്ട. കാച്ചി എന്ന ഷേവിംഗ് കിറ്റിലുണ്ട്. ആ കൃഷ്ണമാവൻ വന്നല്ലോ. ഇതെല്ലാം എടുത്ത് സ്കൂട്ടറിൽ വീണുവാതെ കെട്ടിവെക്കണം. ഞാൻ വെച്ചോളാം. മോളെ, സ്കൂൾ വിട്ട് വന്നാൽ ദിവസം ഇരുന്ന് ഹോംവർക്ക് ചെയ്യണം. ശാഠ്യം പിടിക്കോ? അച്ഛാ, എനിക്കൊരു ബിൽഡിംഗ് സെറ്റ് കൊണ്ടുവരാം. കൃഷ്ണമാമ, ശനിയാഴ്ച. അയ്യോ ചുമ കുറവുണ്ടോ? ഈ സ്പെഷ്യൽ ഓഫർ ഇതൊരു ആർക്കും കൊടുത്തിട്ടില്ല. ഓക്കെ, താങ്ക് യു. അടുത്ത വാരം പാപ്പം. അപ്പൊ താങ്ക് യു സർ, വരട്ടെ. സ്റ്റാൻലി, സ്റ്റാൻലി, നമ്പർ 1 റൂം ഞാൻ എടുത്തു. താൻ പോന്ന ശേഷമാണ് പെട്ടിയും പ്രമാണങ്ങളുമായി ഞാൻ വന്നത്. ഭാര്യ സംഭവിച്ചോ? എന്റെ അഭിനയം കൊള്ളാവുന്ന വല്ലവരും കണ്ടിരുന്നെങ്കിൽ സിനിമയിൽ ഹീറോ ആക്കും. ചുമച്ചും ക്ഷീണം അഭിനയിച്ചും തളർന്നു പോയടോ സ്റ്റാൻലി. പറയടാ നിന്റെ ടെക്നിക്. ഭർത്താവിന് 101 പാഠങ്ങളിൽ ചേർക്കാൻ വിട്ടുപോയതാണോ എന്ന് അറിയണമല്ലോ. ഇത് നിനക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത പൊടിക്കൈയാണ് അച്ഛനെ. ടോപ്പ് സീക്രറ്റ്. പറ്റേ? അല്ല, ഈ ടോപ്പ് കോളേജിലെ പെമ്പിള്ളേരുടെ മുഴുവൻ പെറ്റ്, നാടകങ്ങളിലെ സ്ഥിരം വിഷാദ കാമുകൻ ആരാണെന്നറിയാവോ കേശു? ലൂധിയാനാക്കാരന്റെ ബ്ലേഡ് വിൽക്കുന്ന ഈ ദരിദ്രവാസി സ്റ്റാൻലി. പഴയകാലം തിരിച്ചു കിട്ടാൻ ഇനി എന്ത് ചെയ്യും? നഷ്ടപ്പെട്ട നല്ല നാളുകളെ നിങ്ങളുടെ കുഴിമാടങ്ങളിൽ പുഷ്പാർച്ചന ചെയ്യാൻ കണ്ണീരില്ല. ലൂധിയാന ബ്ലേഡുകളുണ്ട്, ലവ് മീ കോസ്മെറ്റിക്സ് ഉണ്ട്. Come on. നമ്പറിലേശം തെറ്റിയില്ലെങ്കിൽ പമ്പറടിച്ചേനെ, ലോട്ടറിയിൽ പമ്പറടിച്ചേനെ. ഈ മോറിന്റെ ഷേപ്പൊന്ന് മാറിയിരുന്നെങ്കിൽ സ്റ്റാറായി വന്നേനെ, സൂപ്പർ സ്റ്റാറായി വന്നേനെ. നമ്പറിലേശം തെറ്റിയില്ലെങ്കിൽ പമ്പറടിച്ചേനെ, ലോട്ടറിയിൽ പമ്പറടിച്ചേനെ. ഈ മോറിന്റെ ഷേപ്പൊന്ന് മാറിയിരുന്നെങ്കിൽ സ്റ്റാറായി വന്നേനെ, സൂപ്പർ സ്റ്റാറായി വന്നേനെ. ജീവിതം നായനക്കി, എന്റെ ജീവിതം നായനക്കി, ജീവിതം നായനക്കി, എന്റെ ജീവിതം നായനക്കി. രാശിയിൽ ശുക്രൻ നിൽപ്പൊന്നു മാറ്റിയാൽ രാജ്യം ഭരിച്ചേനെ, ഇവൻ രാജ്യം ഭരിച്ചേനെ.
രാശിയിൽ ശുക്രൻ നിൽപ്പൊന്നു മാറ്റിയാൽ രാജ്യം ഭരിച്ചേനെ, ഇവൻ രാജ്യം ഭരിച്ചേനെ. 12 വ്യാഴം കറങ്ങി വന്നെത്തിയാൽ മന്ത്രിയായി തീർന്നേനെ, ഇവനൊരു മന്ത്രിയായി തീർന്നേനെ. 12 വ്യാഴം കറങ്ങി വന്നെത്തിയാൽ മന്ത്രിയായി തീർന്നേനെ, ഇവനൊരു മന്ത്രിയായി തീർന്നേനെ. നമ്പറിലേശം തെറ്റിയില്ലെങ്കിൽ പമ്പറടിച്ചേനെ, ലോട്ടറിയിൽ പമ്പറടിച്ചേനെ. ഈ മോറിന്റെ ഷേപ്പൊന്ന് മാറിയിരുന്നെങ്കിൽ സ്റ്റാറായി വന്നേനെ, സൂപ്പർ സ്റ്റാറായി വന്നേനെ. ജീവിതം നായനക്കി, എന്റെ ജീവിതം നായനക്കി, ജീവിതം നായനക്കി, എന്റെ ജീവിതം നായനക്കി. നാലക്കമുള്ളൊരു ശമ്പളം കിട്ടിയ ആളൊന്നു മാറിയേനെ, ഇവൻ പിമ്പളം വാങ്ങിയേനെ. നാലക്കമുള്ളൊരു ശമ്പളം കിട്ടിയ ആളൊന്നു മാറിയേനെ, ഇവൻ പിമ്പളം വാങ്ങിയേനെ. കോളേജ് ബ്യൂട്ടി തൻ തന്തയൻ വാതുക്കൽ കാവൽ കിടന്നേനെ, എന്നും കാവൽ കിടന്നേനെ. കോളേജ് ബ്യൂട്ടി തൻ തന്തയൻ വാതുക്കൽ കാവൽ കിടന്നേനെ, എന്നും കാവൽ കിടന്നേനെ. നമ്പറിലേശം തെറ്റിയില്ലെങ്കിൽ ബമ്പർ ബമ്പറടിച്ചേനെ, ലോട്ടറിയിൽ ബമ്പർ ബമ്പറടിച്ചേനെ. ഈ മോറിന്റെ ഷേപ്പൊന്ന് മാറിയിരുന്നെങ്കിൽ സ്റ്റാറായി വന്നേനെ, സൂപ്പർ സ്റ്റാറായി വന്നേനെ. ജീവിതം നായനക്കി, എന്റെ ജീവിതം നായനക്കി, ജീവിതം നായനക്കി, എന്റെ ജീവിതം നായനക്കി. സാർ, സാറിനൊരു ഫോൺ ഉണ്ടായിരുന്നു. ഏതൊരു സ്ത്രീയാണ്. ഓഹോ, ആരാന്ന് വെച്ചോ പറ്റും. മേജർ മുകുന്ദൻ ഹിയർ. കുറച്ച് ചക്ക വറുത്തതാണ്. കാച്ചി എണ്ണ തീർന്നുവെന്ന് അന്വേഷിച്ചു ദേവി. ഇതൊക്കെ ഞാൻ വരുമ്പോ കൊണ്ടുവരുന്നല്ലോ, വെറുതെ ഓരോ. ശനിയാഴ്ച വരും വെച്ചിട്ട് കുറെ കാത്തിരുന്നു. ഇവിടെ സ്റ്റോക്ക് ടേക്കിംഗ് പാതിര വരെ. ഞാൻ ഞായറാഴ്ച കൂടെ പണിയെടുക്കുകയാണ് ഇപ്പോ. പിന്നെ സുഖേടിന്റെ കാര്യം പ്രത്യേകം ചോദിച്ചു. കുറവുണ്ട്, പെർസെന്റേജ് കുറഞ്ഞു വരുന്നുണ്ട്. സാവധാനത്തിൽ ശരിയാവും. രാമൻകുട്ടിയുടെ കാര്യം ശരിയായില്ല. അവന്റെ കൂടെ വിളിച്ച ചിലർക്കൊക്കെ ഓർഡർ കിട്ടി. 2 ആളുടെ പോസ്റ്റിന് 300 ആളാ വന്നത്. 2 അല്ല 12. ഏതായാലും അവന് കിട്ടിയില്ല. ഞാൻ പറഞ്ഞു
അതിലും വലിയ ശിവാർച്ചക്കാർ വന്നിട്ടുണ്ടാവും. അടുത്ത ബസ്സിന് മടങ്ങിക്കോളൂ. നേരെ വൈകുന്ന മുമ്പ്. ദേവിക്കുട്ടിയുടെ കാലില് പിന്നെയും കുറേശ്ശെ നീര്. കഴിഞ്ഞ പ്രസവത്തിനും ഉണ്ടായിരുന്നു. ഷീട്ടിൽ അടയാളം വെച്ച മരുന്ന് അവിടെ എങ്ങും കിട്ടാനില്ല. ഞാൻ കൊണ്ടുവരാം, നടന്നോളൂ. ഹലോ, അതെ ഞാൻ തന്നെ. ഇപ്പൊ വന്നതേ ഉള്ളൂ. വീട്ടിലുണ്ടാവും വിചാരിച്ച് വിളിച്ചു. മേജർ എടുത്തത്. സാറ്റർഡേ? ഓക്കെ, സ്ഥലം മനസ്സിലായി. ഷുവർ, ഐ നോ. കേശു, നിലാവത്ത് കോഴിയെ വിട്ട പോലെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണല്ലോ. എന്താടോ? ഒരു പഴയ അരിയേഴ്സ് കിട്ടി. വാ, നമുക്ക് ആഘോഷിക്കാം. വന്ന് കേറിയതേ ഉള്ളൂ. ഒരു പേഴ്സണൽ ആവശ്യമാണ് മുതലാളി. വൈഫിന് നല്ല സുഖമില്ല. പ്രസവം അടുത്ത സമയം. ഞാൻ 2 തവണ തിരിച്ചെന്നോളാം. ഇത് പേഴ്സണലാണ്. സ്റ്റോക്കിസ്റ്റിനോട് കടം വാങ്ങിയെന്ന് മാനേജർ അറിഞ്ഞാൽ എനിക്ക് മോശമാണ്. ഞാൻ എന്തിനു പറയണം? അടുത്ത മാസം തരണം. ഇല്ലെങ്കിൽ ഞാൻ കമ്പനിക്ക് ചെക്ക് അയക്കുമ്പോ ഇത് കുറയ്ക്കും. 2 തവണ. അത് വേണ്ട. 1 മാസം വേണ്ടി വരില്ല, തന്നേക്കാം. താങ്ക് യു. ഈ സ്ഥലം എന്റെ കണ്ടുപിടുത്തമാണ്. ഇഷ്ടമായോ? ഇവിടെ താമസിച്ചിട്ടുണ്ടോ? ഈ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത്. പിന്നെ ആരായിരുന്നു കൂടെ? തനിച്ച്. ഞാൻ പറഞ്ഞില്ലേ? ആ, നമുക്ക് വാട്ടർഫാൾസിൽ പോവാം. ആ ഭാഗത്ത് ഒരു അസോസിയേഷൻ വർക്ക് ഉണ്ടെന്ന് പറയാൻ എളുപ്പം. നല്ല സ്ഥലമാണെന്ന് പലരും പറഞ്ഞു. നോക്കാം. എന്തു നോക്കാൻ? ഫിക്സ്ഡ് ഡേറ്റ് അടുത്ത സാറ്റർഡേ. സാറ്റർഡേ വേണ്ട. ഞാനാ നിശ്ചയിക്കുന്നത്. എനിക്ക് സൗകര്യമാണ് സാറ്റർഡേ. അമ്മേ, അച്ഛൻ വരുന്നു. കഴിഞ്ഞ ആഴ്ച വരാത്തോണ്ടാവും ഇന്ന് പകലേ വരുന്നത്. അത് അച്ഛനല്ല. സ്കൂട്ടറിൽ വരണ്ട, ബസ്സിൽ വന്നാ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. തേങ്ങയ്ക്ക് വില ഇത്തിരി കുറവാണെന്ന് പറഞ്ഞു മൊയ്തുട്ടി. ആ മെഡിക്കൽ ഷോപ്പുകാരൻ വിളിച്ചു തന്നതാ. ആ മരുന്ന് വന്നു അത്രേ. ശനിയാഴ്ചയല്ലേ, വരാതിരിക്കില്ല. വറുക്കാൻ പറ്റിയ മീൻ വല്ലതും കിട്ടുമെന്ന് നോക്കൂ കൃഷ്ണമാൻ. അല്ല, മീൻ വാങ്ങിക്കാം. നമുക്കൊക്കെ കൂടി വറുത്ത് തിന്നുകയും ചെയ്യാം. അതെന്താ? ഇവിടെ ഭാര്യയ്ക്ക് ഗർഭം 6 മാസം. കിട്ടാത്തൊരു മരുന്നിന്റെ കാര്യം പറഞ്ഞപ്പോ അത് കൊണ്ടുവരാൻ നേരമില്ലാത്ത ആള്. ചിലപ്പോ മറന്നിട്ടാവും. ശനിയാഴ്ചയുടെ കാര്യം മറന്നാലോ? അവരുടെ ബുദ്ധിമുട്ടും വിഷമവും നിങ്ങൾക്ക് എന്താ അറിയാ? രാവും പകലും ഓട്ടം. ആ മാനേജർ വന്നാ രാത്രിയും പണി. കഷ്ടപ്പാട് നമ്മളെ അറിയിക്കാതെ ഒക്കെ പേറിക്കോളും. പാവം. നേരത്തിന് ആഹാരവും മരുന്നും കഴിക്കണുണ്ടോ ആവോ? അത് ആലോചിക്കുമ്പോ മാത്ര എനിക്ക് മനപ്രയാസം. മോള് വാ, മേലെ എഴുതിച്ചേരാം. അച്ഛനെന്ത് വരാത്തത്? വരും. നീ മേല് കഴുകി ഭസ്മം തൊട്ട്
നാമം ജപിച്ചു കഴിയുമ്പോഴേക്കും അച്ഛൻ റെഡി. എന്റെ ബിൽഡിംഗ് സെറ്റ് കൊണ്ടുവരും. വാ. അമ്മാവാ. ഓ ഇപ്പൊ അമ്മാവനെ മോള് പിടിച്ചില്ലായിരുന്നെങ്കിൽ അമ്മാവൻ തലയും കുത്തി താഴെ കിടന്നാണ്. താൻ എവിടെയായിരുന്നു? ഒരു ഇന്റർവ്യൂ. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. തന്റെ ഭാര്യയുടെ കാര്യസ്ഥൻ ഇന്നലെ വന്നിരുന്നു. ടൗണിൽ വന്നപ്പോ ചുമ്മാ അന്വേഷിച്ചതാവും. കിഴവന് ഞാൻ ആ ചോറ് വാങ്ങിച്ചു കൊടുത്തത്. ഭയങ്കര ലാത്തി. തന്റെ ഭാര്യയുടെ 3 തലമുറയിലെ ചരിത്രം കേൾപ്പിച്ചു. ഫോറസ്റ്റ് ശങ്കരൻ നായർ, ശങ്കരൻ നായരുടെ അച്ഛൻ സാൾട്ട് പങ്കുള്ളി നായർ. ഓ കിഴവൻ കൊന്നു കളഞ്ഞടാ. ആ എടോ, ഒരു പുതിയ സ്ഥലം കണ്ടുപിടിച്ചു. ഫസ്റ്റ് ക്ലാസ്. ആന്റിയുടെ അല്ല, ഒരു നാണി എടുത്താണ് ചീഫ്. 3 എണ്ണം എപ്പോഴും റെഡി. നമുക്ക് നോക്കാം. കാശില്ല, കംപ്ലീറ്റ് പാപ്പർ. എന്താണ് ടോമി? ഇവിടെ ആദ്യം എന്നെ മനസ്സിലാക്കുന്നത് നീയായിരിക്കും. മടുത്തു. എല്ലാം വലിച്ചറിഞ്ഞ് ഇവിടെ കൃഷിക്കാരനായിരിക്കലാണ് ഭേദം. ശനി ഞായറും ഒക്കെ ഡ്യൂട്ടി. ഇതെന്താണാവോ മുമ്പില്ലാത്ത ഡ്യൂട്ടി? മാനേജരുമായിട്ട് വല്ല അലോഹ്യം വരുത്തി വെച്ചിട്ടുണ്ടാവും. ചുമ മുഴുവൻ വിട്ടോ? അച്ഛന്റെ ബാഗ് എവിടെ അച്ഛാ? ഒരുവിധം. ഇപ്പൊ വലിയ കുഴപ്പമില്ല. പിന്നെ ബ്ലഡ് നോക്കിയോ? കുറവുണ്ട്. എന്നിട്ട് കാല് നീരെങ്ങനെ? അത് സാരല്ലേ. ബാഗ് എവിടെ അച്ഛാ? പിന്നെ ഡോക്ടർ കാണാൻ പോയോ? 2 ആഴ്ച മുമ്പ് പോയതാ. കൃഷ്ണമാവനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോലെ ഡോക്ടറോട്. വിസിറ്റിന്റെ പണം കൊടുത്താൽ മതിയല്ലോ. ഇപ്പൊ വിശേഷിച്ച അലോഹ്യൊന്നുമില്ല. പിന്നെന്തിനാ? 3 ആഴ്ച കൊണ്ട് എന്തുമാതിരി മെലിഞ്ഞു. അച്ഛാ, എന്റെ ബിൽഡിംഗ് സെറ്റ്. ബിൽഡിംഗ് സെറ്റ്, ഡോക്ടറെ കളിക്കാൻ സെറ്റ് വേറെ. 2 കൊണ്ടുവരും ഇനി വരുമ്പേ. ആ മരുന്ന് കൃഷ്ണമോഹൻ തന്ന പ്രിസ്ക്രിപ്ഷൻ. ഈ മരുന്ന് ഒരു സ്ഥലത്തുമില്ല. ഇതേ മരുന്നുണ്ട്, പക്ഷേ വേറെ പേരിൽ വേറെ കമ്പനിക്കാരുടെ. അത് പിന്നെ ഇവിടുന്ന് കിട്ടി. മേലെ കഴിയിക്കൊള്ളൂ. ഭാഗ്യത്തിന് ഇന്നിത്തിരി പുഴമീൻ കിട്ടി. വറുക്കണോ കൂട്ടാൻ വെക്കണോ? എന്തായാലും വേണ്ടില്ല. പുഴമീൻ കണ്ടപ്പോ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു, ചിലപ്പോ എന്ന് വരുമെന്ന്. ആ, അടുപ്പത്ത് എന്തോ തിളയ്ക്കുന്നുണ്ട്. കൃഷ്ണമാവൻ ലോഡ്ജിൽ വന്നെന്ന് പറഞ്ഞു. കുറച്ചു നേരം നിന്നു. 2-3 ദിവസമായി പോയിട്ടെന്ന് പറഞ്ഞു. ഏയ്, ആര് പറഞ്ഞു? ഞാൻ രാവിലെ പോയതാ. അവർക്ക് എന്തറിയാം, ഞാൻ സ്റ്റോക്കിസ്റ്റിന്റെ കൂടെ ചില സ്ഥലങ്ങളിലേക്ക് പോയി. സന്ധ്യക്ക് വന്നു. ചങ്ങാതിമാരിൽ ചിലരെ കണ്ടു. തരക്കേടില്ല. എല്ലാവരും ഊണിന് മുമ്പേ അസാരം നേരം പോക്ക് എടുക്കുന്ന കൂട്ടത്തിലാ. ആ, അതാ പുതിയ പിള്ളേരാവും. അച്ഛാ, ഈ കൃഷ്ണമാനെ നമ്മുടെ കത്രി എടുത്ത് മൂക്കിലെ മുടി വെട്ടുവാ. എന്താ നമ്മളെ മതി മതി. എന്താ ഒന്നും കഴിക്കാത്തത്? കൂട്ടാൻ ശരിയായിട്ടുണ്ടാവില്ല. അല്ല, അതുകൊണ്ടല്ല, കഴിക്കുന്നുണ്ട്. അരച്ചത് ശരിയായിട്ടുണ്ടാവില്ല. കുനിഞ്ഞിരുന്ന് അരയ്ക്കാൻ പ്രയാസം. ഇതിന് എരിവില്ല, കൂട്ടിക്കൊള്ളൂ.
ഓ, അത് മറന്നു. നമ്മുടെ മാവിന്മേലുണ്ടായ കണ്ണിമാങ്ങിയ ഉപ്പും എരിവും പിടിച്ചിട്ടുണ്ടോ ആവോ? നന്നായിട്ടുണ്ട്.